അതായത് പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഡയബറ്റീസ് ഒരുപാട് പേഷ്യൻ്റ് ഉണ്ട്, ഷുഗറിൻ്റെ പേഷ്യൻ്റ്. ഈ ഷുഗറിന് പറഞ്ഞാൽ മാറില്ലാത്തൊരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഷുഗറിനകത്ത് നല്ലൊരു മെഡിസിനാണ് നമ്മുടെ ഉള്ളത്. ഷുഗറിൻ്റെ അവരുടെ HbA1c എൻ്റെ അടുത്ത് 15 പേഷ്യൻസ് വന്നിട്ടുണ്ട്. HbA1c 15 അവർ റിവേഴ്സ് ആവുന്നുണ്ട് വിത്തൗട്ട് ഇൻസുലിൻ. അത് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് അവർ എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് മിനിങ്ങാന്ന് ഒരു പേഷ്യൻ്റ് വന്ന് പറഞ്ഞാൽ അവർക്ക് 8 അവരുടെ 12 അവരുടെ HbA1c 3 മാസം മുമ്പ് 12. എൻ്റെ മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി അവർക്ക് 8. അപ്പോൾ അത് പെട്ടെന്ന് റിവേഴ്സ് വരുന്നത്. നമുക്ക് റിവേഴ്സ് ആക്കുന്നവരുടെ ബോഡി നമ്മുടെ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ അവരുടെ ബോഡിയിലെ എനർജി ലെവൽ മാറും, ബോഡിയിലുള്ള ഗ്ലൂക്കോസ് എനർജിയിലേക്ക് കൺവേർട്ട് ആകാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ഷുഗർ ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് കുറഞ്ഞ് കഴിയുമ്പോൾ ഷുഗർ കുറഞ്ഞല്ലോ. ആ രീതിയിലേക്ക് നമ്മൾ സയൻറ്റിഫിക് ആയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷുഗറിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തൈറോയ്ഡ് മാറാത്ത രോഗമാണ്. മാറാത്ത രോഗമായെന്ന് പറഞ്ഞാൽ എന്നും തന്നെ മരുന്ന് കഴിക്കണം. കാലത്ത് നമ്മൾ തൈറോക്സിനോ ഏതാണെങ്കിലും ആ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആക്റ്റീവ് അവരുടെ ബോഡിയിലെ ഹോർമോൺസ് കംപ്ലീറ്റ് ബാലൻസ് ആവും. അതിപ്പോൾ അവർക്ക് എന്ത് തരത്തിലുള്ള ഹോർമോൺ ഇൻബാലൻസ് ആണെങ്കിലും, തൈറോയ്ഡ് ആണെങ്കിലും PCODയുടെ പ്രോബ്ലം ആണെങ്കിലും, ഒബസിറ്റി കൂടുന്ന, ഇങ്ങനെ എല്ലാത്തിനും അത് വർക്കാവും. അത് സിംപ്ലി ഒരു ആക്ടിവേഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മളെല്ലാം പ്രത്യേകമുള്ള ഒരു മരുന്ന് കൊടുത്ത് തൈറോയിഡോ അല്ലെങ്കിൽ അവർക്കൊരു ഹോർമോൺ എക്സ്റ്റേണൽ സപ്ലൈ ചെയ്യുന്നില്ല. അവരുടെ മാസ്റ്റർ ഗ്ലാൻഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ തൈറോയ്ഡ് മാറും, യൂറിക് ആസിഡ് കുറയും. അത് നമ്മുടെ പറയാം റുമാറ്റിക് ആർത്രൈറ്റിസ്, കൈകൾക്കൊക്കെ മൊത്തം വേദന വരുന്ന ഒരു ജോയിൻസിനെല്ലാം വേദന വരുന്ന ആ രോഗമാണ്. ആ രോഗത്തിനൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് അതിനും മരുന്നില്ല. അതുപോലെ ഇന്നലെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മരുന്ന് കൂടെ പറഞ്ഞു. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോഴത്തേക്കും കൂർക്കം വലിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു അതിനും ഒരു മരുന്നുണ്ട് എൻ്റെ കയ്യിലെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ അറിയണം. ഇതൊക്കെ ഒരുപാട് ആളുകൾ ചിലപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ മരുന്നുകളടക്കം എല്ലാത്തിനും ഉണ്ട്. അതെ, ഈ നമ്മളെ പറഞ്ഞെന്താണ് കുറുക്കമ്പലി. ഈ കുറുക്കമ്പലിക്കെന്ന് പറഞ്ഞ മരുന്ന് പ്രത്യേക കുറുക്കമ്പലിക്കുള്ളതല്ല. അതാണ് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ്സിനെ ആക്റ്റീവ്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു മരുന്ന് വെറും സിമ്പിളായിട്ടുള്ള മരുന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഉറക്കം നല്ലതാവും, മുടി കൊഴിച്ചിൽ പോകും. നമ്മുടെ എന്തെങ്കിലും അലർജീസ് ഉണ്ട്, നേസൽ അലർജീസ് എന്ത് തരത്തിലുള്ള അത് മാറും. പിന്നെ യൂറിക് ആസിഡ്, ബോഡിയിൽ യൂറിക് ആസിഡ് കുറയ്ക്കും, ജോയിൻറ്റ് പെയിൻസ് കുറയ്ക്കും. അങ്ങനെ എല്ലാം കൂടി ചെയ്യുന്നൊരു സാധനം അത്. അതിൻ്റെ കൂട്ടത്തിലാണ് കുറുക്കമ്പലി മാറ്റുന്നത്. കുറുക്കമ്പലി മാറ്റുന്നത് തന്നെ നമ്മുടെ നേസലിലുണ്ടാകുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറുന്നു. അലർജീസ് മാറിക്കഴിയുമ്പോൾ അതിനകത്ത് ശ്വാസം എടുക്കുന്നതിന് കുഴപ്പമുണ്ടാകില്ല. അതുകൊണ്ടാണ് കുറുക്കമ്പലി മാറുന്നത്. അല്ല കുറുക്കമ്പലിക്കുള്ളത് വരുന്നില്ല, നമ്മുടെ കുറുക്കമ്പലി മാറിയിരിക്കും. അതുകൊണ്ട് തലവേദന മാറും, ഡിപ്രഷൻ മാറും. ഇതെല്ലാം നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ്സിനെ, നമ്മുടെ ബോഡിയിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, അതാണ് മാസ്റ്റർ ഗ്ലാൻഡ്സ്. ആ മാസ്റ്റർ ഗ്ലാൻഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രോഗം ഓട്ടോമാറ്റിക്കലായിട്ട് മാറുന്നു. അങ്ങനെയുള്ളൂ. പ്രത്യേകിച്ച് അല്ലെങ്കിൽ മരുന്ന് കൊടുത്തല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് ഒരാളിപ്പോൾ കേരളത്തിൽ നിന്ന് ശിവചേട്ടനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ മരുന്നുകളും ആ ചികിത്സയിലൊക്കെ ഇതൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ ചെയ്യാൻ പറ്റും. എല്ലാം കൊറിയറായിട്ട് അവർക്ക് ചെയ്യില്ല. നമ്മുടെ ഇവിടെ പേഷ്യൻറ്റിനെ കാണേണ്ട ആവശ്യമില്ല. അവരുടെ എന്താണ് അവരുടെ പ്രശ്നം നമ്മളെ ഫോണിൽ കൂടി സംസാരിക്കാം, വാട്സപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാവും, ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം. ഏത് രീതിയിലും നമ്മൾ സംസാരിക്കാം. ഇവിടെ വരേണ്ട ഒരാൾക്ക് ആവശ്യമില്ല. ഇവിടെ അടുത്തുള്ള ആളുകൾ മാത്രമേ നമ്മുടെ അടുത്ത് വരാറുള്ളൂ. അല്ലാത്ത എല്ലാവർക്കും നമ്മൾ കൊറിയറാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ കൊറിയറാണ് പോകുന്നത്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു കർണാടക സൈഡിൽ ബാംഗ്ലൂർ, ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ കൊറിയർ ചെയ്തിട്ട് ബാംഗ്ലൂരേക്ക് 3 കൊറിയർ ഉണ്ടായിരുന്നു. ബെല്ലാരിയിൽ എനിക്കുള്ളത് കൂടുതലായിട്ട് HIV പേഷ്യൻസ്. HIV പേഷ്യൻസിന് നല്ല റിസൾട്ടാണ് നമ്മളുള്ളത്. HIV അതൊന്നും മാറില്ല. അതിൻ്റെ അന്ന് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പോലെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് HIV കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അത്രേ ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ അവർക്ക് ബോഡി അവരുടെ ലിവിങ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് എല്ലാം നന്നായിരിക്കും. അത്രേ ഉള്ളൂ.